Yeah. The ticket? You have tickets? Yeah. Yeah, there's some coming, yeah? ഇത് ക്വാളിറ്റി വന്നിട്ട് ഇതിലെ ക്വാളിറ്റി ഞാൻ ബ്ലോഗ് മൊത്തം ഇതിലെടുക്കാൻ ഉദ്ദേശിക്കുന്നു. പിടിച്ചേ ടച്ച് ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. ബാർ അവിടെ മൊത്തം അവിടെ സാന്റാക്ലോസിന്റെ ഡാൻസ് വീഡിയോ മൊത്തം വീഡിയോ എടുത്തു നീ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് കാലമായില്ലേ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് വന്നിരിക്കുന്നത് വീഡിയോയിൽ വിൻ്റർ വണ്ടർലാൻഡ് കാണാനാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും കൃഷ്ണയും കൂടിയിട്ട് ഹൈഡ് പാർക്കിലുള്ള ലണ്ടനിലെ ഹൈഡ് പാർക്കിലുള്ള വിൻ്റർ വണ്ടർലാൻഡ് ഇവിടെ 1.5 മാസത്തെ ഒരു പരിപാടിയാണ് ഈ പരിപാടി. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇതേ ബാക്കിൽ ക്രിസ്മസ് ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നമ്മളിന്ന് 2-3 റൈഡുകളിലൊക്കെ കയറുന്നുണ്ട്. ആ ബാക്കിൽ കാണുന്ന റൈഡിലും അതേപോലെ തന്നെ 1-2 റൈഡുകളിലും ഒഴിച്ച് നിർത്തിയിട്ട് അതിൽ കയറുന്നില്ല ഗൈസ്. അപ്പോൾ അതിലൊഴിച്ച് നിർത്തിയിട്ട് ബാക്കി കുറച്ച് റൈഡുകളിൽ നമ്മൾ കയറുന്നുണ്ട്. അപ്പോൾ അത് കയറിയിട്ടുള്ള വിശേഷങ്ങളും അതിൽ കയറിയിട്ടുള്ള ഞങ്ങളുടെ എക്സ്പ്രഷൻസും അതേപോലെ തന്നെ അതിൽ കയറിയിട്ടുള്ള നമ്മുടെ കുറച്ച് മെമ്മറീസ്, അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് മെമ്മറീസ്, അതിൽ കയറിയിട്ടുണ്ടായിരുന്നിട്ടുള്ള നമുക്ക് കുറച്ചുണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ നമ്മളിതേ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പൈസി ഹോട്ട് ഡോഗിൻ്റെ സോസേജ് ഞങ്ങൾ വാങ്ങി. അതിൽ വിശപ്പ് മാറിയില്ല ഗൈസ്. അതിൽ വിശപ്പ് മാറാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ പണം പോട്ടെ പവർ വരട്ടെ, നമ്മൾ ചീസിൻ്റെ ഒരു ചിക്കൻ ബർഗറും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കനും ചീസും ഹാലപ്പീനോസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസും വേറെ വാങ്ങി. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു സ്പൈസി സോസേജും കൂടി അടിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ വിശപ്പും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒന്ന് ഡിമ്മായി തുടങ്ങി. നമ്മളിവിടെ എത്തിയത് ഏറെക്കുറെ ഒരു 4:30-5 മണി സമയത്താണ്. ടിക്കറ്റ് ഞാൻ കയറാനുള്ള റൈഡിലേക്ക് 2-എണ്ണത്തിലേക്കുള്ളത് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസിനും ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കയറിയത് ഇതാ ഈ ഒരു റൈഡിലാണ്. ഇത് ഏറെക്കുറെ നമ്മുടെ നാട്ടിലെ ആ ഒരു സംഭവം ഇല്ലേ, നമ്മുടെ ആകാശ ഊഞ്ഞാൽ, നമ്മുടെ മഴവില്ല് സിനിമയിലൊക്കെ കാണുന്ന ആ സെറ്റപ്പ്. അപ്പോൾ അതാണിത്. അപ്പോൾ ഇതിനകത്ത് അടിപൊളി വിഷ്വൽസാണ്. ബിക്കോസ് നമുക്കിതിൻ്റെ ടോട്ടൽ ഒരു ഓവർവ്യൂ വിഷ്വൽസ് ഇതിൽ കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ക്യൂ നിന്ന് കേസ്. നമ്മൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയത്. നമ്മുടെ കൂടെ 1-2 മലയാളി പിള്ളേരുണ്ടായിരുന്നു. അവരെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കുറച്ച് കാഴ്ചകളെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ ഫോണിലാണ്. ഞങ്ങൾ കയറാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന പുള്ളി ഒരു മലയാളി ചേട്ടനാണ്. പുള്ളി ഒരു ട്രിവാൻഡ്രംകാരനാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറി ഇതിൽ ഒരു 1/2 hour വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിനുള്ളിൽ കയറാൻ പറ്റിയത്. അങ്ങനെ നമ്മളിതിൽ കയറിയിട്ട് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടർഫുൾ ആയിരുന്നു. പക്ഷേ എനിക്കിതിൽ നമുക്ക് ആ ഒരു സുഖം കിട്ടൂല്ലേ ഇതിൻ്റെ മുകളിൽ പോയി നിന്നാൽ, ആ ഒരു സാധനം ഇതിൽ കിട്ടിയില്ല. പക്ഷെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ അടിപൊളിയായിരുന്നു. ഇതാണ് ഗൈസ് നമ്മൾ കയറിയിട്ടുള്ള യന്ത്ര ഊഞ്ഞാൽ എന്നല്ലേ പറയാ, എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ
അപ്പോൾ ഈ സാധനം ഇതിൻ്റെ മേളിലുള്ള കാഴ്ചകൾ അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് ആ ഒരു ഫീൽ കിട്ടിയില്ല. പക്ഷേ ഫീൽ പിന്നീട് കിട്ടി. അപ്പോഴേക്കും ഞാൻ എൻ്റെ വ്ളോഗിങ് സെറ്റപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വ്ളോഗ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ വ്ളോഗ് ചെയ്തെങ്കിലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷ്വൽസ് മൊത്തം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ Insta 360 വെച്ചിട്ടാണ്. അതിലെ പ്യുവർ മോഡിൽ ഞാൻ എടുത്ത വീഡിയോസാണ്. ഈ പ്യുവർ മോഡിൽ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ലോ ലൈറ്റിലൊക്കെ നമുക്ക് അടിപൊളി പെർഫോമൻസ് ആണ് ഗൈസ് ആ ക്യാമറ എനിക്ക് തന്നത്. ബിക്കോസ് നിങ്ങൾ നോക്ക്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസൊക്കെ ഈ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ ഞാൻ ആ ക്യാമറ വെച്ചെടുത്തതാണ്. അത് നമുക്കൊരു 360 ആക്ഷൻ ക്യാമറ എന്നതിനുപരി എനിക്ക് അത് ഡെയിലി പർപ്പസ്, വ്ളോഗിങ്, ട്രാവൽ, എല്ലാ പർപ്പസിനും കൂടി നമുക്കൊരൊറ്റ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരൊറ്റ ക്യാമറയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും. ആ ഒരു ക്യാമറ ഫുൾ ചാർജ് ആക്കി കൊണ്ടുവന്നത് എനിക്ക് ഈ ട്രിപ്പ് മൊത്തം നിന്നു ഗൈസ്, എനിക്ക് തീരുന്ന വരെ. ബിക്കോസ് ഞാൻ കൊണ്ടുവരുമ്പോൾ അതിന് 85% ചാർജ് ഞാൻ കയറ്റിയിടുന്നുള്ളൂ. അതെനിക്ക് പോകാൻ നേരത്ത് എനിക്ക് ഇതവിടെ ഫ്രഞ്ചൊക്കെ ഉണ്ടല്ലോ, അതല്ല വിഷയത്തിൽ നിന്നും തെണ്ടി പറയരുത് നമ്മൾ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഒരു 85-ൽ നിന്നും ഒരു 15% വരെ ഞാൻ ടോട്ടലി അൺലിമിറ്റഡ് ഞാനൊരു 3-3.5 മണിക്കൂർ റെക്കോർഡ് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് നടന്നിട്ട് കുറച്ച് അങ്ങോട്ട് പോയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ പോയി. കാരണം എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. എന്നാലും ഇവിടുത്തെ ഫുഡിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളും കാണണ്ട. ഇതിൻ്റെ സൈഡിൽ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അറബിക് ഡിഷസ് കിട്ടുന്ന നമ്മുടെ ടർക്കിഷ് റെസ്റ്റോറൻറ്റ്സ്, ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റ്സ്, ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള യൂറോപ്യൻ ഡിഷസൊക്കെ കിട്ടുന്ന സ്പാനിഷ് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും യൂസ് ചെയ്തില്ല, ഞങ്ങൾ ഓൾറെഡി കഴിച്ചുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ടി വരില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവസാനം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ കയറി. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ ഈ ഒരു ഫുഡ് കോർട്ടിനുള്ളിൽ നിന്ന് നമുക്ക് നൈസായിട്ട് നമ്മുടെ കാഴ്ചകളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അടിപൊളിയാണ് ഗൈസ്. അതിൽ കയറണമെന്നുണ്ട്. പറ്റുമോ? കയറി നോക്കണോ? കയറി നോക്കണോ അതിൽ? അതിലോ? പേടിയാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് പേടിയാവും. അപ്പോൾ ഗൈസ് ഞങ്ങൾ അടുത്തായിട്ട് കയറാൻ പോയത് ഈ റോളർ കോസ്റ്ററിലാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ വണ്ടർലാൻഡിൽ ഈ സംഭവം ഉണ്ട്, റോളർ കോസ്റ്റർ. ഇതിൽ ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നതാണ്. അപ്പം ഞാൻ ഈ റോളർ കോസ്റ്ററിൽ കയറിയിട്ട് നമ്മളുടെ 360 ഡിഗ്രിയിൽ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ റീലൊക്കെ കയറി കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ കൂടുതൽ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ നമുക്കിതിൽ കയറാനുള്ള ആ ഒരു ക്യൂവിലാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നെഞ്ചിടിപ്പൊക്കെ കൂടി വന്നു ഗൈസ്. ബിക്കോസ് ഇതൊരു അത്യാവശ്യം നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നൊരു സെറ്റപ്പുള്ള ഒരു റൈഡാണ് ഇത്. 1-2 ചുറ്റലിങ്ങനെ ചുറ്റി വരുമ്പോഴേക്കും നമ്മളെ ഉള്ളിലുള്ള വെള്ളവും ബാക്കി കാര്യങ്ങളൊക്കെ കൂടി കലങ്ങി വായക്കൂടെ പുറത്തേക്ക് വരുന്ന സെറ്റപ്പാണ്. അങ്ങനെ ഞങ്ങൾ അടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. അടുത്തത് ഞങ്ങളിത് ക്യൂവിലാണ്. ബിക്കോസ് ഒരു സീറ്റിൽ 2 പേര് ഇരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു റോയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഞങ്ങളെ ഫ്രണ്ടുകളൊക്കെ വെച്ചിട്ട് അത് കിട്ടും. 360 പഠിക്കണ്ട. ഞാൻ വിട്ട് കഴിഞ്ഞാൽ ക്യാമറ ഒന്നും വിട്ടില്ലല്ലോ.
പേടിക്കല്ല, എനിക്ക് കണ്ണോർമ്മ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ടാ എന്നെ പട്ടി പേടിക്കും. എവിടെയെങ്കിലും പിടിച്ചേക്കാൻ പറ്റുമോ? Nice experience. അയ്യോ, എന്തായാലും അതിൽ കയറിയ കിളകി മറിഞ്ഞു കൈസ്. നമുക്കിൻ്റെ അടുത്തതായിട്ട് നമ്മുടെ ഈ അങ്ങോട്ട് കിടാറുന്ന വഞ്ചി ബോട്ടില്ലേ, അതിൽ കയറാം. നമ്മൾ ഈ വണ്ടർലയിലൊക്കെ പോയിട്ട് അതിൽ കയറിയിട്ടുണ്ട്. ഏറ്റവും അറ്റത്തിരിക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ മേളിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഫീലില്ലേ, അതിങ്ങനെ അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ മേളിലേക്ക് കയറി വരുന്നൊരു സംഭവമാണിത്. എനിക്കറിയാലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മുടെ നാട്ടിലുള്ള ഏറെക്കുറെ എല്ലാവരും കയറിയിട്ടുണ്ടാവും. എന്നാലും ഇപ്പോഴും ഇതിൽ കയറുമ്പോൾ എനിക്ക് ആ ഒരു സുഖം കിട്ടും കൈസ്. സുഖമല്ല, എനിക്കത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഞാനെന്തോ പാതാളത്തേക്ക് പോണ പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ തപ്പോൾ എന്തായാലും ഇതിൽ കയറുമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൈഡ്. അപ്പോൾ ഇതിൽ കയറി എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് മറ്റേ സംഭവത്തിൽ ഞാൻ കണ്ണടച്ചിരുന്നുകൊണ്ടാണോന്ന് അറിയില്ല, ഇതിലും കണ്ണൊക്കെ അടച്ച് കുറേയൊക്കെ, എന്നാൽ പോലും എനിക്ക് ഇതാണ് കുറച്ചും കൂടി എനിക്ക് ആ ഒരു ഫീൽ വന്നത്. ബിക്കോസ് ഇതിങ്ങനെ ആടി മേളിൽ പോയി താഴ്ത്തിക്ക് വരും, പിന്നെയും മേളിൽ പോയി താഴ്ത്തിക്ക് വരും. മറ്റേത് കുറേ നേരം നിരപ്പായ റോട്ടിൽ കൂടെ ഒക്കെ പോക്കുണ്ട്, അല്ലെങ്കിൽ കയറി പോക്കുണ്ട്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അങ്ങനെ മറ്റേ പുള്ളി ഇവിടെയൊക്കെ വന്നിട്ട് ഞങ്ങളെടുത്ത് പറഞ്ഞു, ഇത് നമ്മൾ മേളിലേക്ക് കൈ പൊക്കാൻ പറഞ്ഞു. കൈ പൊക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈൻ്റെ താഴത്തുള്ള സാധനമൊക്കെ ലോക്ക് ചെയ്ത് പുള്ളി താഴത്ത് പോയിട്ട് ഇത് ആട്ടാൻ തുടങ്ങി. ഇത് നൈസായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് ഗൈസ്, ഇതെങ്ങനെയുണ്ട്, നമ്മൾ മേളിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പേടിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടി സ്റ്റാർട്ടായിരിക്കുകയാണ് ഗൈസ്. ഇത് സ്റ്റാർട്ടായപ്പോൾ തന്നെ എനിക്ക് ഇത് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നെങ്കിലും പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള എക്സ്പ്രഷൻസ് ഞാൻ ഒറിജിനൽ ഓഡിയോ ആയിട്ട് ഇതൊക്കെ കാണിച്ചു തരാം. എനിക്ക് താഴ്ത്തുന്നുണ്ടോ കയറി വരുന്നു. ഛർദ്ദിക്കാൻ പറ്റുമോ? അയ്യോ,
യു ക്യാൻ പ്ലീസ്. ഓ സൂപ്പർ ഡ്രൈ റെക്കോർഡാണ്. ഞാനും എനിക്ക് അതിനൊക്കെ ഇഷ്ടപ്പെട്ടതാ. ഇപ്പുറത്തെ ഒരു ചേട്ടൻ പാട്ട് കച്ചേരിയൊക്കെ നടത്തേണ്ടിയിരുന്നു കേസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പുള്ളിയുടെ പാട്ട് കച്ചേരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബിയർ പാർലറിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ എല്ലാവരും ഇരുന്ന് വെള്ളമടിക്കുകയാണ് കേസ്. ഇവരൊക്കെ കുടുംബമായിട്ട് വന്നിരുന്ന് വെള്ളമടിക്കാൻ വന്നിരിക്കുക. കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളമടിക്കുന്നിടത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരും ബിയറൊക്കെ അടിച്ച് ഈ പുള്ളി ഒരു ഗിറ്റാറൊക്കെ പിടിച്ച് എന്തൊക്കെയോ പാടുന്നുണ്ട്. ഏതായാലും വലിയ പാട്ടുകാരനാണെന്ന് മനസ്സിലായി പുള്ളിയുടെ മുഖത്ത് നോക്കുമ്പോൾ. ആ ഒരു ലുക്കൊക്കെ ഉണ്ട് കേസ്. അങ്ങനെ പുള്ളിയുടെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെ നടന്ന്. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുക, ഞാൻ ഈ ക്യാമറയും പിടിച്ച് വരുന്നുണ്ടേ. അപ്പോൾ ഞാനെന്ത് വെച്ചാൽ നൈസായിട്ട് പുള്ളിയുടെ ആ ഒരു കൺവെട്ടത്തിൻ്റെ അവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു വിഷ്വൽസ് ഇതിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ആ ബിയർ പാർലറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങി കേസ്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനുമില്ല. കുറച്ച് പേര് ഇരുന്ന് കള്ളു കുടിക്കുന്നുണ്ട്. പുള്ളിയുടെ പാട്ട് മാത്രമേ ഉള്ളൂ. എനിവേ എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു നല്ലോണം. ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കുടിക്കണം. പിന്നെ ഇതിൻ്റെ അടുത്ത് കുറേ നല്ല നല്ല ഷോപ്പുകളുണ്ട് കേസ്. നമ്മുടെ യന്ത്രൂഞ്ഞാൽ ഇവിടെ നിന്ന് കാണാൻ നോക്കി എന്ത് ഭംഗിയ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. അതിൻ്റെ അടുത്ത് വന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. ആ ഒരു ലൈറ്റിലും പിന്നെ നല്ല ഉയരത്തിലാണത്. നല്ല ഒരു എന്താ പറയുക, നല്ല വ്യൂ ആണ് അതിൻ്റെ മുകളിൽ. ഇതൊരു കറങ്ങണ ബാറാണ് കേസ്. ഇവിടെ അവിടെ നോക്കിയാലും ബാറാണ് കേസ്. എന്ത് ചെയ്യാനാണ് കേസ്. നമുക്കിത് അവിടെ പൂരപ്പറമ്പിലെ പോലെ അലങ്കരിച്ച് വെച്ചുള്ള ഒരു ഭാഗം കണ്ടില്ല, ആർക്കൊക്കെ ആയിട്ട്. ആ ഒരു പോർഷൻ്റെ ആ ഒരു സൈഡിലായിട്ട് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേസ്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കരകൗശല വസ്തുക്കളും അതേപോലെ തന്നെ കുറേ പാവക്കുട്ടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേസ്. പക്ഷേ ഈ പാവക്കുട്ടികളൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെയുള്ള ഗെയിം കളിച്ച് ജയിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ച് നോക്കി, പക്ഷെ പരാജയപ്പെട്ടു. ഇതൊക്കെയാണ് ആ വസ്തുക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ലിറ്റിൽ തിങ്സ് സോറി എൻ്റെ വയൽ വെള്ളി ലിറ്റിൽ തിങ്സ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി കേസ്. എന്നിട്ട് നമ്മൾ ഓരോ ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിങ്ങനെ പതുക്കെ കുടിച്ചുകൊണ്ട് നടക്കുകയാണ് കേസ്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ട കേസ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 അത്തറ് മേടിച്ചു കേസ്. അത് ഒന്ന് സാൻഡൽവുഡിൻ്റെയും ഒന്ന് വുഡൻ ആംബറിൻ്റെ ആയിരുന്നു അത്. അപ്പോൾ വേറെ ഒന്നും എനിക്ക് മേടിക്കാൻ ആപ്റ്റായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ 2 പെർഫ്യൂം പോലത്തെ 2 സാധനം ഈജിപ്ഷ്യനാണ് അതെന്നാണ് പുള്ളി പറഞ്ഞത്. കുറേ നേരം അതിൻ്റെ മണമൊക്കെ നിൽക്കും. എനിവേ മണം നിൽക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഗെയിം. ഈ ഗെയിം കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ തൂക്കിയിട്ടുള്ള പാവക്കുട്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. അപ്പോൾ പിടിച്ചോ എന്തായാലും വീഴാൻ പോണില്ല. 10 കൊണ്ടുപോയി. കളി വൃത്തിക്ക് പൊട്ടി കേസ്. ഞാൻ 10 അല്ല 14 പ്ലസ് വേറൊരു 10 അടക്കം 24 പൗണ്ട് ചിലവാക്കി. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ മാല ബൾബ് തൂക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എടുത്തൊരു ഫോട്ടോ അത്യാവശ്യം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേസ്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ഈ ബവേറിയൻ വില്ലേജിൻ്റെ അകത്തേക്കാണ് കിടക്കുകയാണ് കേസ്. നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു മിനി കൺസേർട്ട് പോലുള്ള ഒരു പെണ്ണിൻ്റെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള പാട്ട് കച്ചേരികളും സംഗീത വിരുന്നുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. എനിവേ ഈ ഒരു സോഷ്യൽ ഗ്യാതറിങ് ഒരു 1.5 months ഓൺലി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് പേര് ഇത് കാണാനും അതേപോലെ തന്നെ ഇത് എൻജോയ് ചെയ്യാനും വന്നിട്ടുണ്ട്. ഈ ഒരു ബവേറിയൻ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച ഒരു ഫുഡ് കോർട്ടാണെന്നാണ്. പക്ഷേ എനിക്ക് തെറ്റി. കാരണം ഇതും ഒരു ബിയർ പാർലറാണ്. ഇതിൻ്റെ ചുറ്റും ഒരുപാട് ബിയർ കിട്ടുന്ന കടകളുണ്ട്. പല ടൈപ്പ് ബിയർ അതേപോലെ തന്നെ പല ടൈപ്പ് മദ്യങ്ങൾ ഇവിടെ കിട്ടും. നമ്മുടെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ചേച്ചി ഗിറ്റാറും പിടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ പിസ്സ ഹട്ടുകളുണ്ട് ഗൈസ്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം യൂറോപ്യൻ ഡിഷസൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ച് കുറേ കുട്ടികളും അവരുടെ മാതാപിതാക്കളും രക്ഷിതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിതിൻ്റെ ഇടയിൽ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്തെടുത്ത്
പിന്നെ എനിക്ക് ആ ഒരു പെണ്ണിൻ്റെ പാട്ട് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഗൈസ്. നമ്മൾ പിന്നെ അത് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്ത് അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കൃഷ്ണാരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് മൂവ് ചെയ്താലോ എന്ന്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ അത്യാവശ്യം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇനി അതിന് മുന്നേ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടുനോക്ക്. അങ്ങനെ ആ ബവേറിയൻ വില്ലേജോടുകൂടി നമ്മുടെ വിൻ്റർ വണ്ടർലാൻഡിലെ കാഴ്ചകൾ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എന്തായാലും അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക് പിന്നെയും വെച്ചു ഗൈസ്. ഞങ്ങളങ്ങനെ ഹിജാസി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മന്തി റെസ്റ്റോറൻറ്റ്, മന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇങ്ങനെ പൂതി വെച്ച് നടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അടുത്തുള്ള ഒരു ഹിജാസി എന്ന് പറഞ്ഞൊരു കട, അവിടെ ഇപ്പോൾ താഴത്ത് ഇങ്ങനെ നമ്മൾ അറേബ്യൻ ഡിഷസൊക്കെ സെർവ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ കാർപ്പറ്റിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ മന്തിയും അതേപോലെ തന്നെ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീപ്പിൻ്റെ കിഡായിരിക്കും ഈ ലാമ്പ്. അപ്പം അതിൻ്റെ മന്തിയും പറഞ്ഞു. അപ്പോൾ രണ്ടും അടിപൊളിയായിരുന്നു. എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ലാമ്പ് മന്തിയാണ്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ ടി വിയിൽ റയലിൻ്റെ കളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ റയലിൻ്റെ കളി 2-1 റയൽ ജയിക്കുകയും ചെയ്തു. ഞാനും ഹാപ്പി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.